ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയെ എത്തിയിരിക്കുന്നത് അദ്ദേഹം ഇതുവരെ നമ്മുടെ ഫ്ലോറിൽ അതിഥിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ പ്രമുഖ ദളിത് ചിന്തകനും നേതാവും ഒക്കെയായ ശ്രീ സണ്ണിയും കപ്പികാടാണ്. നമുക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ലീഡേഴ്സ് മോർണിംഗിലേക്ക്. നമസ്കാരം ശ്രീ സണ്ണിയം കപ്പിക്കാട്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. കേൾക്കാമോ അങ്ങേക്ക്? കേൾക്കാം. ഓക്കെ. ശ്രീ സണ്ണിയം കപ്പിക്കാട്, ഇപ്പം ഈ തിരഞ്ഞെടുപ്പ് ചർച്ചകളും വിഷയങ്ങളും ഒക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. ഇപ്പം എല്ലാ മുന്നണികളും പാർട്ടികളും ഒക്കെയും തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു, അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച നേതാക്കളൊക്കെ ഇന്ന് ഡൽഹിയിൽ ചർച്ച നടത്തുന്ന ദിവസം കൂടിയൊക്കെയാണ്. അപ്പോൾ അങ്ങേ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പാർട്ടികളോ മുന്നണികളോ ഒന്നും തന്നെ സ്ഥാനാർത്ഥി പട്ടികയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ വരുന്ന അഭ്യൂഹങ്ങളും ചർച്ചകളും ഒക്കെ മാത്രമാണ്. ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും വൈക്കത്ത് UDF-ന്റെ സ്വതന്ത്രനായി സണ്ണിയം കപ്പിക്കാട് മത്സരിച്ചേക്കും എന്നാണ് വാർത്തകൾ. ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ശ്രീ സണ്ണിയം കപ്പിക്കാട്? അത് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെടാത്തൊരു വാർത്തയാണ്. ഇനി പുറത്തു വന്ന വാർത്തകളാണ് എനിക്ക് നേരിട്ടറിയാവുന്നത്. എങ്കിലും പ്രാഥമിക ലെവലിലൊരു ആലോചന നിലക്ക് ഒരു നിർദ്ദേശം വന്നിരുന്നു. അതിങ്ങനെ വൈക്കത്ത് സ്ഥാനാർത്ഥി എന്ന നിലക്കൊന്നും UDF നേതൃത്വം എന്നോട് പറഞ്ഞിരുന്നില്ല. പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടോ എന്ന നിലക്കൊക്കെ ചില സംഭാഷണങ്ങൾ നടന്നതിനപ്പുറം ഇന്ന സീറ്റ് എന്ന നിലക്കൊന്നും ഔദ്യോഗികമായി തീരുമാനിക്കുകയോ എന്നെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. പുറത്ത് എങ്ങനെയോ വന്നൊരു വാർത്ത ആണിപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല അതിന്. ഓക്കെ, അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ലല്ലേ മാഷേ? ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിപ്പോൾ ഈ ഘട്ടത്തിൽ അതങ്ങനെ വെളിപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, ശരി. മാഷെ, ഇപ്പം അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം രണ്ടു വട്ടം അധികാരത്തിൽ വന്ന മുന്നണിക്കെതിരെ ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടെന്ന്. എന്തൊക്കെയാണ് മാഷെ ഈ അസംതൃപ്തി എന്ന് പറഞ്ഞത്? അത് കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് കേരളത്തിൽ ചെയ്തിട്ടുള്ള ഭരണ നടപടികളെ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. അതിലൊന്നാമത്തേത്, കേരളത്തിലെ ഏറ്റവും സംഘടിത വിഭാഗങ്ങൾക്ക് അനുകൂലമായി നിരവധി തീരുമാനങ്ങൾ എടുത്ത പിണറായി സർക്കാർ കേരളത്തിലെ കീഴ്ത്തട്ട് ജനവിഭാഗങ്ങൾ, മാർജിനൽ ജനവിഭാഗങ്ങൾ, വലിയ സാമ്പത്തിക ശക്തിയോ സാമുദായിക ശക്തികളോ അല്ലാത്ത വിഭാഗങ്ങളുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാതിരിക്കുകയോ മറിച്ച് തീരുമാനമെടുക്കുകയോ ചെയ്ത സന്ദർഭങ്ങളുണ്ട്. ഇവിടുത്തെ പൗരന്മാരെന്ന നിലയിൽ അവർക്ക് കിട്ടേണ്ട നീതി ലഭ്യമാക്കുന്നതിൽ കേരളത്തിലെ ഗവൺമെൻറ് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കേരളത്തിൽ മേൽത്തട്ടെന്ന് വിളിക്കാവുന്ന സംഘടിത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും സർക്കാർ ഓർഡർ ഇറക്കുകയും ചെയ്യുന്ന കേരള ഗവൺമെൻറ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ, ദളിത് ആദിവാസി വിദ്യാർത്ഥികളെ ബാധിച്ച ഗ്രാൻഡ് വിഷയത്തിൽ തീരുമാനമെടുക്കാൻ, അത് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ, കുട്ടികളുടെ വിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിൽ വളരെ വലിയ അനാസ്ഥയാണ് കാണിച്ചത്. അപ്പോൾ ഈ കുട്ടികൾ പഠിക്കണ്ടേ? ഇത് സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വമല്ലേ? അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും വളരെ വ്യാപകമായി കേരളത്തിൽ കഴിഞ്ഞ 23-24 വർഷത്തിൽ 113ഓളം അട്രോസിറ്റീസാണ് ഇവിടെ നടന്നത്. അക്കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുത്തത്? എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു? ആ കേസ് എത്ര നന്നായിട്ട് നടത്തി? ഇങ്ങനെ പല കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ടിൽ വെട്ടിക്കുറയ്ക്കുക, അത് 1-2 രൂപയല്ല, 500 രൂപയൊക്കെയാണ് ഒറ്റയടിക്ക് വെട്ടിക്കുറയ്ക്കുന്നത്. ലാപ്സാക്കുക, 189 കോടി രൂപയാണ് ലാപ്സാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആരാണ് ഇതിന് സമാധാനം പറയേണ്ടത്? അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റിനെ 10 വർഷം ഭരിച്ചിട്ട് ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെയും ദളിതരുടെയും ആദിവാസികളുടെയും കാര്യം നോക്കി എന്ന് പറയുന്നതിനകത്ത് കഥയില്ല. തീർച്ചയായും
വളരെ വലിയൊരു വികാരം ഈ ഗവൺമെൻറ്റിനെതിരെ രൂപപ്പെടും. അത് പിണറായി വിജയനോടോ പാർട്ടികളോടോ ഉള്ള വിരോധമല്ല, ഭരണ നടപടികളോടും നയത്തോടുമുള്ള വിരോധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ സണ്ണിയം കപ്പിക്കാട്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഗോത്ര മഹാസഭയുടെ ഭാഗമായിരുന്ന ഗീതാനന്ദൻ അദ്ദേഹം UDF പിന്തുണ പ്രഖ്യാപിച്ചു, അംഗം പ്രഖ്യാപിച്ചു. CK ജാനു UDF എത്തി. ഇപ്പോൾ പെൻഷൻ, അതിദാരിദ്ര്യമുക്ത കേരളം, വീട്, പട്ടയം, ഇതെല്ലാം പാവങ്ങൾക്ക് ഉറപ്പാക്കി എന്ന് പറഞ്ഞ് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാവും ശ്രീ സണ്ണിയം കപ്പിക്കാട് ദളിത് സമൂഹം LDF നിന്നും അകലുന്നത്? ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പാണെന്നുള്ളത് കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അതിദരിദ്ര ജനതയെ ടെർമിനേറ്റ് ചെയ്യാൻ, അവരുടെ അംഗസംഖ്യയെ ഇല്ലാതാക്കുവാൻ എന്ത് സമഗ്ര പദ്ധതിയാണെന്നേ നടപ്പിലാക്കുന്നത്? വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഒരു സമൂഹത്തിൽ അതിദരിദ്രർ ഉണ്ടായി വരാം. അപ്പോൾ ഒരു സമഗ്ര പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതിന് പകരം ചില ഗിമ്മിക്സിലൂടെയാണിത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2 കാരണങ്ങളാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപരമായൊരു മാറ്റം ദൃശ്യമാണ്. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കേവലമായി ഒരു ജനവിഭാഗത്തിൻ്റെയോ കേരളത്തിൻ്റെയോ കേവലമായ ചില അവകാശങ്ങളുടെ പ്രശ്നം മാത്രമല്ല. കേരള രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപരമായൊരു മാറ്റം വരുന്നുണ്ട്. ദീർഘകാലമായി അധികാരത്തിന് വെളിയിൽ നിൽക്കേണ്ടി വന്ന വിഭാഗങ്ങളെ ദേശീയ തലത്തിൽ തന്നെ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന ഒരു നയം ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമെന്ന നിലക്കായിരിക്കാം കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ ദലിതർക്കിടയിലോ ആദിവാസികൾക്കിടയിലോ അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലോ ഒക്കെ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന അതിൻ്റെ നേതൃത്വത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് CK ജാനുവിനെ ഐക്യജനാധിപത്യ മുന്നണി അവരുടെ ക്ഷണിതാവായി സ്വീകരിക്കുന്നതും ഗീതാനന്ദനെ പോലെ ഗോത്ര മഹാസഭ ഐക്യജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്നത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ സ്വതന്ത്രമായി പറയുവാനും ഒരുപക്ഷെ സ്വാധീനിക്കാനും കഴിയുന്ന ഒരു ഗവൺമെൻറ്റാണെന്നുള്ളൊരു വിശ്വാസം കൊണ്ടുകൂടിയായിരിക്കാം അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് അങ്ങനെ കേരളത്തിലെ കീഴ്ത്തട്ട് സമൂഹം ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയമായ കാരണമുണ്ട്. ഇത് വെറുതെ അവരുടെ അവകാശം നേടാനോ ഈ കോൺഗ്രസ്സിനോടുള്ള പ്രത്യേക പ്രതിപത്തി കൊണ്ടൊന്നും അല്ല. കേരളത്തിലെ സമഗ്രമായ രാഷ്ട്രീയ സാഹചര്യമാണ് അത്തരം തീരുമാനമെടുക്കുവാൻ CK ജാനുവിനെയും ഗീതാനന്ദനെയും എന്നെയും ഒക്കെ പ്രേരിപ്പിക്കുന്നത്. ശ്രീ സണ്ണിയം കപ്പിക്കാട്, ഇപ്പം അങ്ങനെയൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ആചാര സംരക്ഷണ പ്രമേയം പാസാക്കിയ മുന്നണിയാണ് UDF. സ്ത്രീ പ്രവേശനത്തിനെതിരെ പ്രത്യക്ഷ സമരം നടത്തിയൊരു പാർട്ടിയാണ്. അപ്പോൾ അക്കാലത്ത് ആർത്തവ ലഹള എന്ന് തന്നെ വിളിച്ചുകൊണ്ട് ആ ഒരു പേരിൽ വളരെ ശക്തമായ ഒരു നിലപാടെടുത്ത ഒരാളാണ് അങ്ങ്. അടുത്തത് ഇപ്പോൾ UDF സർക്കാരാണ് കേരളത്തിലേക്ക് വരുന്നതെങ്കിൽ അവർ ഈ ആചാര സംരക്ഷണ നിയമം പാസ്സാക്കുകയാണെങ്കിൽ അതെങ്ങനെ അങ്ങേക്ക് സഹകരിക്കാൻ പറ്റും? ഇത്തരം ഐഡിയോളജിക്കൽ വിയോജിപ്പുകളിൽ മാഷിൻ്റെ സ്റ്റാൻഡ് എന്തായിരിക്കും? ഒരു ഐക്യ മുന്നണിയിലേക്ക് എന്ന് പറയുന്ന കൊയലേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഇത് കൊയലേഷൻ എന്ന് പറയുന്നത് അതിലെ ഓരോ ഘടകകക്ഷികളുടെയും നിലപാടുകൾ മാത്രം ആർട്ടിക്കുലേറ്റ് ചെയ്തെടുക്കുന്നൊരു സ്ഥലമല്ല. അത് വ്യത്യസ്ത താല്പര്യങ്ങളുള്ളവരുടെ ഒരു ഐക്യ നിരയാണ്. അവരുടെ ലക്ഷ്യം ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൽ ഐക്യപ്പെട്ടുകൊണ്ട് അധികാരത്തിലേക്ക് വരാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം കോയലേഷൻസ് രൂപം കൊള്ളുന്നത്. അവിടെ എൻ്റെയോ മറ്റേതെങ്കിലും വ്യക്തിയുടെയോ പാർട്ടിയുടെയോ കേവലമായ നിലപാടുകൾ മാത്രം ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. ആചാര സംരക്ഷണ നിയമം UDF പാസ്സാക്കിയാൽ അത്തരമൊരു സാഹചര്യം വന്നാൽ ആ സാഹചര്യത്തെ മുൻനിർത്തി എനിക്ക് അക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടുണ്ട്. അതെനിക്ക് കൈയൊഴിയേണ്ട യാതൊരു ആവശ്യവുമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഐക്യ ജനാധിപത്യ മുന്നണി അത്തരമൊരു നീക്കം നടത്തിയാൽ അതിന് ഭൂരിപക്ഷ അഭിപ്രായമുണ്ടായാൽ അതവർ നടത്തും. പക്ഷേ എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താൻ എനിക്ക് കഴിയും. അത് വെറുതെ പുറത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ ഒരു മുന്നണിയുടെ ഭാഗമാകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? CPI എന്ന് പറയുന്ന
ആ പാർട്ടി. അവരുടെ പാർട്ടി സമ്മേളനങ്ങളിൽ പോലും CPM-നെതിരെയാണ് പ്രധാനമായും വിമർശനം ഉന്നയിക്കുന്നത്. അവരെന്നിട്ട് ആ മുന്നണി തുടരുന്നില്ലേ? ഇത് ഞങ്ങൾക്ക് മാത്രം ഇത് കഴിയില്ല എന്ന് നിങ്ങളെന്തിനാണ് വിചാരിക്കുന്നത്? നമുക്ക് കഴിയുമത്. നമ്മുടെ നിലപാടുകൾ കൈയൊഴിയാതെ തന്നെ പൊതു താല്പര്യത്തിൽ നിന്നുകൊണ്ട് പ്രതിഷേധമുള്ള കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടും ഒക്കെ മുന്നോട്ട് പോകുന്നതാണല്ലോ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റിയാണ്, സാധ്യത മാത്രമാണ്. സാഹചര്യം മാറുമ്പോൾ നിലപാടും മാറും. അപ്പോൾ അത് സാഹചര്യം മാറുമ്പോൾ മുന്നണികളുമായിട്ടുള്ള ബന്ധം മാറിയെന്ന് വരാം. അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ അത്തരം ഒരു നിയമനിർമ്മാണത്തിന് ഗവൺമെന്റ് തയ്യാറായാൽ വ്യക്തമാണ്. ശ്രീ സണ്ണിയം കപ്പിക്കാട്, ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കും. ഇപ്പം സാഹിത്യത്തിലാവട്ടെ, അതല്ലെങ്കിൽ സിനിമയിലാവട്ടെ, രാഷ്ട്രീയത്തിലാവട്ടെ, ദളിത് സമൂഹം ഉയർന്നു വരാൻ നന്നേ പ്രയാസപ്പെടുന്നുണ്ട്. ഇപ്പം രാഷ്ട്രീയം മാത്രം നമ്മൾ എടുത്താൽ അതിൽ സംവരണം ഉള്ളത് കൊണ്ടാണ് പലരും ഉയർന്നു വരുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇക്കാര്യങ്ങൾ പുതുതലമുറയിലേക്ക് പകർന്നു നൽകിയ സ്കോളർമാരിൽ ഒരാളാണ് അങ്ങ്. അങ്ങനെ ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാമെന്ന് കരുതിയ ഒരു സാഹചര്യം എന്താണ്? അത് കേരളത്തിൽ ഈ വിഭാഗം ദീർഘകാലമായി രാഷ്ട്രീയ അധികാരത്തെ പിൻപറ്റുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ ഞാൻ വളരെ വ്യത്യസ്ത മേഖലകളിൽ ഇടപെടുന്ന ആൾ തന്നെയാണ്. ഞാൻ എന്തുകൊണ്ട് അതിന് തയ്യാറായി എന്ന് ചോദിച്ചാൽ, എനിക്കങ്ങനെ നിർബന്ധ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ജനപ്രതിനിധിയായി എത്തണമെന്നുള്ളത്. അത് ഞങ്ങളുടെ സഹപ്രവർത്തകർ കൂടി ആലോചിക്കുമ്പോൾ എൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല, ആ വ്യക്തി എന്ന നിലക്ക് അല്ല ഇതിനെ കാണേണ്ടത്. ഒരു ജനവിഭാഗത്തിൻ്റെ വികാരവും അഭിലാഷവും ആഗ്രഹവും ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതുകൊണ്ടൊന്നും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഞാനെന്തായാലും വിചാരിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായ ഒരു കാര്യമായി മാത്രം ഞാൻ ഇതിനെ കാണുന്നില്ല. വ്യക്തമാണ്. ശ്രീ സണ്ണിയം കപ്പിക്കാട്, അപ്പം ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ.